അടയാളങ്ങൾ. നാടകരചന ഡോക്ടർ CJ ജോൺ. ശബ്ദ സാന്നിധ്യം NF വർഗീസ്, MK വാര്യർ, VS രവീന്ദ്രനാഥ്, RC ഗോപാൽ, മഞ്ജു C മാത്യു, NK സെബാസ്റ്റ്യൻ, ഷാജി യോഹന്നാൻ, ഡോക്ടർ CJ ജോൺ. സംവിധാനം KV ശരത് ചന്ദ്രൻ. അടയാളങ്ങൾ. കർത്താവേ, എന്റെ മേല് പൊള്ളുന്നല്ലോ. ഇതെന്നതാ, തീമഴ പെയ്യുവാന്നോ? എന്റെ ദേഹത്ത് കല്ലുകൾ വീഴുവാന്നോ? കട്ടിൽ കുലുങ്ങുവാന്നല്ലോ കർത്താവേ. ലോകാവസാനത്തിലെ തീമഴയും കല്ലുമഴയും തുടങ്ങിയോ ദൈവമേ? കട്ടിലെ നെണീക്കാൻ ഒക്കുന്നില്ലല്ലോ. എനിക്ക് കേൾക്കാം, ദൈവം തമ്പുരാന്റെ കാലടി ശബ്ദം കേൾക്കാം. അന്തിമ വിധിക്കായി വരിക. അയ്യോ, സോഫി മോളെ, തൊമ്മിക്കുഞ്ഞ്, എടി ത്രേസ്യാക്കുട്ടി, പൗലോ കുഞ്ഞേ, ആരുമില്ലയോ ഇവിടെ? ആരുമില്ലയോ? ആരുമില്ലയോ? അന്തിമ വിധിയുടെ നേരത്ത് ആരുമില്ലായോ? കല്ലുമഴയും തീമഴയും വന്ന് ലോകമില്ലാണ്ടായോ? വല്യപ്പച്ച, കണ്ണടച്ച് പിച്ചും പെയ്യും പറയാതെ ഒന്നുണർന്നേ. വല്യപ്പച്ച. എന്നതാ സോഫി മോളെ? എന്നതായിരുന്നു ആ വലിയ ശബ്ദം? ഭൂമി കുലുങ്ങിയ പോലെ, തീമഴ പെയ്യുന്ന പോലെ. ഒടേതമ്പുരാൻ അന്തിമ വിധിക്ക് വന്നായിരുന്നല്ലയോ? മെതിയടി ശബ്ദം മോള് കേട്ടില്ലായോ? വല്യപ്പച്ചൻ ഏതാണ്ട് സ്വപ്നം കണ്ടു പേടിച്ചതാ. അല്ലേലും വല്യപ്പച്ചന് മനോവിഷമം ഉണ്ടാവുമ്പോ ഇത് പതിവല്ലയോ? കരച്ചിലും ചിരിയും, പിന്നെ ഏതാണ്ട് ലോകത്ത് പോയ പോലത്തെ ഒരു വർത്തമാനം. അത് പിന്നെ കണ്ണ് കാണാൻ മേലാണ്ടായപ്പോ ഈ കളവന്റെ മനസ്സിന്റെ കട്ടിയും കുറഞ്ഞുപോയി. അതുകൊണ്ടായിരിക്കും. എന്നാലും എന്റെ കർത്താവേ, ഇതുപോലൊരു പേക്കിനാവു വല്യപ്പച്ചൻ ഇതാദ്യമായിട്ട് കാണുവാവുഞ്ഞേ. വല്യപ്പച്ച. ആ, എന്നതാ മോളെ? കിനാവിന്റെ ഇടയില് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് വല്യപ്പച്ചൻ മറന്നുപോയോ? മറന്നു പോവാനോ? എന്നതാ മോളെ ഈ പറയണേ? എന്റെ പുന്നാര സോഫി മോളുടെ കല്യാണമല്ലേ എന്ന് ഞാൻ മറക്കുവോ? വെളുപ്പിനേ എണീറ്റതാ, കുപ്പായവും മാറി, പിന്നെ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയി. അതിനിടയില ഈ കണ്ണുപൊട്ടന് ഒടേതമ്പുരാൻ ഓരോ കാഴ്ചകൾ കാണിച്ചു തന്നത്. തീമഴയും കല്ലുമഴയും ഒക്കെ. വല്യപ്പച്ച, മോൾക്ക് ഇതെന്താ പറ്റി? വല്യപ്പച്ചൻ പ്രഷറിനും പ്രമേഹത്തിനുമുള്ള മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. എടുത്തു തരാൻ ഇനി ഞാനുണ്ടാവില്ലല്ലോ ഇവിടെ. എന്തിനാ മോളെ ഞാൻ മരുന്ന് കഴിക്കുന്നേ? ഇതിപ്പോ ആർക്കും വേണ്ടാത്ത പാഴ്ത്തിടി അല്ലയോ? അത് ചെതലരിച്ചും പുഴു തിന്നും മണ്ണായി പോട്ടെ. ഇനിയിപ്പോ ഒന്നേ ഉള്ളു ആശ, എല്ലുമുറിയെ പണിയെടുത്ത ഈ മണ്ണിലോട്ട് ചേരണം. അങ്ങനെയൊന്നും പറയില്ല വല്യപ്പച്ച. ആ, എടുത്തു കഴിക്കാൻ ഞാനൊരു എളുപ്പവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ, വല്യപ്പച്ചനൊന്ന് എണീറ്റാട്ടെ. ആ, ദാ ഈ വടി കൈ പിടിച്ചേ. ഇങ്ങനല്ല, പതുക്കെ വേണം എഴുന്നേക്കാൻ, ഇല്ലേ തല കറങ്ങും. ഇതൊന്നും വേണ്ട മോളെ, എന്നെ കൊണ്ട് ഇനി ഇതിനൊന്നും ആവില്ല. അത് പറ്റുകയല്ല. ദാ വല്യപ്പച്ചൻ എന്റെ കൈ പിടിക്ക്. ആ, ഇങ്ങനെ 3 ചുവട് വലത്തോട്ട് നടന്നേ. ഇനി കൈ നീട്ടിയ മേശപ്പുറമായി. ഒന്ന് തപ്പി നോക്കിക്കേ. ഒരു ചെറിയ ചതുര പ്ലാസ്റ്റിക് പെട്ടി കൈ കിട്ടിയില്ലേ?
അതിലാ പ്രമേഹത്തിന്റെ ഗുളിക. തൊട്ടടുത്തുള്ള റൗണ്ട് പാത്രത്തില് പ്രഷറിന്റെ ഗുളിക. അടുത്ത് തന്നെ വെള്ളത്തിന്റെ കുപ്പിയുണ്ട്. തിരിച്ച് ദാ ഇങ്ങനെ 3 ചുവട് വെച്ചാൽ കട്ടിലായി. സോഫി മോളെ, എന്നതാ വല്യപ്പച്ച? നാളെ മുതല് മോളോട് മിണ്ടണമെന്ന് തോന്നുമ്പോ വല്യപ്പച്ചൻ എത്ര ചുവട് വയ്ക്കണം മോളെ? എന്താ വല്യപ്പച്ച ഇങ്ങനെയൊക്കെ? ഞാനിവിടെ ഒറ്റക്കാവാൻ പോവല്ലേ. ഈ വീട്ടില് മോളല്ലാതെ ആരാ എന്നോട് മിണ്ടണേ? കരയാതെ വല്യപ്പച്ച. വല്യപ്പച്ചൻ കരഞ്ഞ സോഫി മുഖത്ത് താങ്ങാനാവില്ല. കരയാതെ വല്യപ്പച്ച. ഇല്ല, വല്യപ്പച്ചൻ കരയുന്നില്ല. മോള് നോക്കി, ഇപ്പൊ വല്യപ്പച്ചൻ കരയുന്നുണ്ടോ? ഇപ്പൊ ഞാൻ സങ്കടപ്പെടുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയൂ. അതെന്താ വല്യപ്പച്ച? വല്യപ്പച്ചനോട് ഞാൻ കള്ളം പറയൂ? മോഹിച്ചത് നടക്കാതെ നൊന്നിട്ടാണോ മോൾ ഈ കല്യാണത്തിന് ഇറങ്ങുന്നേ? സന്തോഷമാണോ എന്റെ മോൾക്ക്? സത്യമായിട്ടും ഇപ്പൊ സങ്കടമൊന്നുമില്ലല്ലോ എന്റെ മോൾക്ക്? അമേരിക്കയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ഭാര്യയാവാൻ പോവല്ലയോ? ദേ, പുറത്ത് കുടുംബക്കാരെല്ലാം എന്റെ ഭാഗ്യം ഒന്ന് പറഞ്ഞ് സന്തോഷിക്കുക, ചിരിക്കുക. അപ്പോ ഞാൻ സങ്കടപ്പെടുവോ? സങ്കടപ്പെടാൻ പാടുണ്ടോ വല്യപ്പച്ച? അപ്പോ മോടെ മനസ്സിലിഷ്ടോ? അപ്പം പറഞ്ഞെന്താന്ന് വല്യപ്പച്ചന് ഓർമ്മയില്ലായോ? വളർത്തുന്നവരുടെ ഇഷ്ടം അനുസരിച്ച പെണ്ണിന്റെ ജീവിതം. മണ്ണിന്റെ വിധി തന്നെ ആ പെണ്ണിന്റെ. വളർത്തിയ അപ്പം പറയണ ചെക്കന്റെ മുമ്പിൽ താലിക്കായി തലകുനിച്ച് നിൽക്കുമ്പോ കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേര് കരയാൻ പാടുണ്ടോ വല്യപ്പച്ച? പിന്നെ മറ്റു മോഹങ്ങള്, അത് കാലം കുറെ കഴിയുമ്പോ മാഞ്ഞു പോയിക്കോളും, ഇല്ലേ വല്യപ്പച്ച? ആ, മോനാണെന്ന് പറഞ്ഞിട്ട് എന്നതാ കാര്യം? ഞാൻ പറഞ്ഞ നിന്റെ അപ്പം കേക്കുകയല്ല. എന്റെ കണ്ണുണ്ടായിരുന്നെങ്കിൽ ഞാൻ സോഫി മോടെ ഇഷ്ടം നടത്തുമായിരുന്നു. പറഞ്ഞിട്ട് എന്നതാ ഫലം? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ വല്യപ്പച്ച. ഇനിയിപ്പോ എന്റെ സോഫി മോക്ക് വേണ്ടി അതല്ലേ ഈ വല്യപ്പച്ചന് ചെയ്യാൻ പറ്റൂ? മോളിങ് അടുത്തു വന്നേ. ആ, നിന്റെ തലയെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഇതെന്നാ കളിയാ? നീ ഇവിടെ ഇരുന്ന് സൊള്ളുവാണോ? തിരക്കാത്തൊരിടമല്ല ഈ വീട്ടില്. കല്യാണ പെണ്ണാണെന്ന ബോധം വേണം നിനക്ക്. ആശം പിടിച്ചവള്. എന്നതാ വല്യപ്പച്ചനും പേരക്കുട്ടിയും കൂടി ഒരു കുശൂശുപ്പ്. പുതിയ ഏതെങ്കിലും ഏടാകൂടെ ഒപ്പിക്കാനായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയായിരുന്നു. ഓ പിന്നെ, അതിനൊക്കെ നേരവും കാലവും നോക്കണ്ടായോ? ഫോട്ടോ പിടിക്കാനും വീഡിയോ പിടിക്കാനും അവന്മാര് വരുമ്പം പോരായോ അനുഗ്രഹമൊക്കെ? ഒന്നുമില്ലേ, സകലമാന പേരും പുറത്ത് കാത്തിരിക്കുക എന്ന ബോധം അപ്പനില്ലാണ്ടായി പോയല്ലോ. ഇതെന്നാ പെണ്ണിറങ്ങണില്ലായോ? മെഴുതിരിയും കത്തിച്ച് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഓ, ഇറങ്ങുവാ. ഇടിയും നിന്നോടല്ലേ പറഞ്ഞത് കെട്ടിനിറങ്ങാൻ? നേരത്തെ പെണ്ണിനെ കൊണ്ട് ചെന്ന ചെക്കൻ അടുത്ത ഫ്ലൈറ്റ് അമേരിക്കയോട് തിരിച്ചു പോവേ. വരുവാ. അപ്പോ ഞാൻ ഈ വാതിലടയ്ക്കുക. അപ്പൻ ഇവിടെ കിടന്നാ മതി. വടിയും കുത്തിപ്പിടിച്ച് നടക്കാനൊന്നും നിക്കണ്ട. കല്യാണ വീടാ, അനർത്ഥം ഉണ്ടാക്കി വെക്കരുത്. ആ തുമ്മിക്കുഞ്ഞേ, എന്താ അപ്പന് വേണ്ടേ? കല്യാണത്തിന് പള്ളിയിലോട്ട് ഞാനും വരട്ടേടാ പോനെ. ദേ നോക്കിക്കേ, ഞാൻ വെളുപ്പിനെ കുപ്പായം മാറിയിരിക്കുക. അപ്പൻ എങ്ങും വരണ്ട, എങ്ങും വരാൻ പോണില്ല. കല്യാണത്തിരിക്കിനിടയിൽ തപ്പിത്തടഞ്ഞെങ്ങാനും വീണാ പിന്നെ അത് മതി ചെലവിന്. ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോളാടാ. കല്യാണ ശുശ്രൂഷ കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് കേക്കാലോ. ഞാൻ ഒന്ന് വന്നോട്ടെ തുമ്മിക്കുഞ്ഞെ. വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലയോ? എല്ലാരും എന്റെ സോഫി മോളുടെ കല്യാണത്തിന് കൂടുമ്പോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടായോ? ഒറ്റയ്ക്കാവുമെന്ന ഭയപ്പാട് വേണ്ട. അപ്പന്റെ പഴയ പണിക്കാരനാ നാണുവിനെ ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. പെണ്ണും പിടക്കോഴി ഇല്ലാണ്ട് ഒറ്റത്തടിയായി കഴിയുമല്ലേ. അപ്പന് സഹായത്തിന് കൂടാൻ ഞാൻ പറഞ്ഞു. അവൻ സമ്മതിച്ചു. എന്നാലും ഒരെന്നാലും ഇല്ല. കെട്ട് കഴിഞ്ഞ് നമ്മുടെ ഹാളിലെ സദ്യയും കഴിഞ്ഞ് മണവാളിനും മണവാട്ടി ഇങ്ങോട്ട് വരും. അപ്പം കണ്ടാ മതി. ഈ കണ്ണുപൊട്ടം കളി കളിക്കാൻ പള്ളിയിലോട്ട് അപ്പം വരണ്ട. അവിടെ മന്ത്രിമാരും പ്രമാണിമാരും ഒക്കെ വരുന്നതാ. അല്ല, ഇതെന്നാ പണിയാ തുമ്മിച്ചൻ കാണിക്കുന്നേ?
പുറത്തെല്ലാരും തൊമ്മിച്ചനൊരാൾക്ക് വേണ്ടി കാത്തു കെട്ടി കിടക്കുക. ഇത് എന്നാ കളിയാ? അതിനെങ്ങനാ ഈ അപ്പന്റെ ഓരോ പിടിവാശികൾക്ക് ചെവി കൊടുക്കണ്ടേ? അല്ല, എനിക്കിത് കിട്ടണം. തരക്കാര് താമസിക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാൻ പലരും പറഞ്ഞതാ. അതിന് നമ്മുടെ പുന്നാര മോള് സമ്മതിക്കണ്ടേ? എന്റെ തൊമ്മിച്ച സംസാരിച്ചിരിക്കാൻ നേരമില്ലെന്ന്. നീ കയറ് പൊട്ടിക്കാതടാ, ഞാനിതാ വരുവാ. പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. പക്ഷെ നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട്. മഴ പെയ്യുമാവും. ഇനിയിപ്പോ മഴ പെയ്താലും കുഴപ്പമില്ലെന്ന്. കെട്ട് നടക്കുമ്പോ മഴ വീണത് നല്ല ലക്ഷണമാണെന്നാ പറഞ്ഞ്. വാ തൊമ്മിച്ചൻ വാ, വേഗം വാ. അപ്പോ അപ്പന് ഞാൻ പറഞ്ഞതൊക്കെ തലയിൽ കയറിയിട്ടുണ്ടല്ലോ. ഞാൻ ആ നാണൂനെ ഇങ്ങോട്ട് വിടാം. ഡാ ബെന്നി, ഇനിയും വൈകിക്കണ്ട, നീ വണ്ടി എടുത്തോ. കർത്താവേ, എന്റെ സോഫി മോൾക്ക് നല്ലത് വരുത്തണേ. പള്ളിക്കകത്ത് എന്നാ ചൂട്! ഞാൻ പുറത്ത് ചാടി. പുറത്ത് ചാടിയിട്ട് എന്താ വിശേഷം? ഇവിടെയും ചൂട് തന്നെ. ഈ മലമൂട്ടിൽ എത്തിപ്പെടാൻ എന്നതാ പാട്? വളഞ്ഞു പുളഞ്ഞു കിടക്കുമല്ലയോ റോഡ്. ഓ, എന്നാ മലമൂടാ നോക്കിയേ, ഒക്കെയും വെട്ടിയൊളിപ്പിച്ച് നമ്മുടെ ചെങ്ങന്നൂർ പോലെ തന്നെ അല്ലായോ? എന്നതാ പെണ്ണിന്റെ അപ്പന് പണി? അതറിയത്തില്ലടോ. തൊമ്മിക്കുഞ്ഞു ഇവിടുത്തെ പ്രമാണിയല്ലയോ? എസ്റ്റേറ്റും കൃഷിയും മലഞ്ചരക്ക് കച്ചവടവും അങ്ങനെ 100 കൂട്ടം പരിപാടികളാ. അപ്പനായിട്ട് കുടിയേറിയതാ. ഇപ്പം ഈ കാണുന്നതെല്ലാം ആ ഹാളടക്കം പുത്തൻ കാശാ. എന്നതായാലെന്തുവാ, പൂത്ത കാശല്ലയോ? പെണ്ണിന്റെ അപ്പൻ ഇങ്ങോട്ടാ പറഞ്ഞത്. ഇതാരാ, കുഞ്ഞപ്പനോ? യാത്രയൊക്കെ സുഖമായിരുന്നോ? പിന്നല്ലാതെ ലക്ഷറി ബസ്സിലല്ലോ പോകുന്നത്. സുഖമായിട്ട് ചെരിഞ്ഞു കിടക്കാവുന്ന സീറ്റല്ലയോ? ഉള്ളതാ, ഇങ്ങ് എത്തിയത് അറിഞ്ഞില്ല. അതുപോലെ ഒരെണ്ണം വാങ്ങാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ആയിട്ട് ഓട്ടിക്കാനാ? അപ്പൊ ബസ് സർവീസും തുടങ്ങുവാന്നോ? മണ്ണേല് മാത്രം പിടിച്ചു നിന്നാ ഇക്കാലത്ത് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് പല പരിപാടികളാ. അപ്പനെ പോലെ ഉള്ള വണ്ണം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കാര്യം നടക്കുവോ? ഉള്ളതാ. ഇത് അങ്ങോട്ട് നോക്കിയാട്ടെ. അപ്പം കാടും പിടിപ്പിച്ചോണ്ട് വെറുതെ ഇട്ടിരുന്ന മലയാ. പറഞ്ഞു വരുമ്പോ ആ മലയുടെ പേര് ചേർത്താ ഞങ്ങളുടെ കുടുംബം അറിയുന്നത്. കിളിമലയിൽ ഫാമിലി. ഇപ്പൊ മലയിൽ കാടൊന്നുമില്ല അല്ലയോ? കാടും കൊണ്ടിരുന്ന എന്നതാ ഗുണം? നല്ല കാശിന് ഞാൻ മരം ഒക്കെ വെട്ടി വിറ്റു. അത് ബുദ്ധി. മലയുടെ റോഡ് ഫ്രണ്ടേജ് ഉള്ള 19 സെന്റ് മണ്ണു മാന്തി എടുത്ത ഞാൻ ആ ഹാള് പണിതത്. കെട്ടുകഴിഞ്ഞ അവിടെ സദ്യ. പള്ളിയിലോട്ട് കയറി വരുമ്പോ ഹാള് കണ്ടായിരുന്നു. ഊക്കനൊരു ഹാൾ അല്ലയോ? ദേ, ഇവിടെ 19 കിലോമീറ്റർ ചുറ്റളവില് ഇതുപോലൊരു ഹാളില്ല. ഇപ്പൊ തന്നെ നല്ല ബുക്കിംഗ് അല്ലയോ? വരണോരും പോണോരും ഹാളിന്റെ പേര് കാണും. എന്നതാ പേര്? എന്നതാ? കിളിമലയിൽ ഹാൾ. അങ്ങനല്ലയോ 10 ആൾക്കാർ വീട്ടുപേര് അറിയുന്നേ. ദേ, എന്റെ അപ്പം കൊടുത്തതാ ഈ പള്ളി നിൽക്കണ സ്ഥലം. അത് ആർക്കറിയാം? നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോ അത് നാട്ടുകാര് കൂടി അറിഞ്ഞില്ലേ എന്നതാ ഒരു മെച്ചം അല്ലയോ? പിന്നെ അപ്പറഞ്ഞത് ശരിയാ. എന്റെ മോനെ ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കി. അവ അമേരിക്കയിലോട്ട് പോയി. അവനെ കണ്ടില്ലായിരുന്നോ? അവനാ സോഫിക്ക് ഈ കല്യാണം കൊണ്ടുവന്നതേ. ഓഹോ, ഒപ്പം പണിയെടുക്കുന്നോടാ മടവാളൻ. എന്നാ ഒക്കെ പറഞ്ഞാലും ഡോളറിലുള്ള കാശിന് ഒരു വിലയില്ലയോ? അപ്പനെ പള്ളിയിൽ കണ്ടില്ലല്ലോ അച്ചായ. അപ്പന് തീരെ മേലാന്നേ. വരാൻ നിർബന്ധിച്ചതാ ഞാൻ. വരണില്ല എന്ന് പറഞ്ഞു. വയസ്സായ എന്റെ വാശിയും ഒരു ജാതി ഓർമ്മക്കേട്. കാണും കാണും. നാണുവേ, നിനക്ക് എന്നതാ തോന്നുന്നേ? എനിക്ക് ഓർമ്മക്കേടുണ്ടോടാ? ഓ, എനിക്ക് പിന്നെയും കുറച്ച് മറവിയുണ്ട്. മാത്തിക്കുട്ടിച്ചായന്റെ ഓർമ്മയ്ക്ക് നല്ല തെളിച്ച എപ്പോഴും. എന്റെ കയ്യാളായിട്ട് ഒത്തിരി കൊല്ലം നിന്നതല്ലയോ നീ? പിന്നെ എന്നാത്തിനാടാ ഒരു ദിവസം എന്നോട് പറയാതെ നീ മല ഇറങ്ങിപ്പോയേ? അല്ല, അത് പിന്നെ
അത് പിന്നെ എന്നതാ നിന്ന് വിൽക്കുന്നേ? അതെ, അച്ചായന്റെയും സാറക്കുട്ടി കൊച്ചമ്മയുടെയും മട്ടല്ലല്ലോ പിള്ളേരുടെ. കൊച്ചമ്മ മരിച്ചുപോയി, അച്ചായന് ദീനം വന്ന് കണ്ണു കാണാനും വയ്യണ്ടായി. പറയുമ്പം തൊമ്മിക്കുഞ്ഞിനെ ഞാൻ ഒക്കത്തെടുത്തോണ്ട് ഒത്തിരി നടന്നിട്ടുള്ളതാ. എന്ന് വെച്ച് മുതലാളി തന്നെ ഇല്ലയോ. സമ്പ്രദായങ്ങൾ ചേരത്തില്ലാന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോയി. ആ, ഒത്തുപോവില്ല എന്ന് തോന്നുമ്പോ നിനക്ക് പോകാം, നീ അന്യനല്ലയോ. എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ആ, ഇനിയുള്ള പോക്ക് അങ്ങ് മണ്ണിലേക്കല്ലയോ. ആ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലയോ, പിന്നെ എന്നാ അച്ചായന് വിഷമം? ഒക്കെ വിഷമങ്ങളല്ലയോ നാണു. നിനക്ക് നമ്മുടെ കിളിമല ഓർമ്മയില്ലേ? പിന്നെ ഇല്ലാണ്ട്. കിളിമലയിലെ ഉറവേന്നാണല്ലോ അന്നൊക്കെ ഇവിടെ ഉള്ളവർ മുഴുവൻ വെള്ളം കുടിച്ചോണ്ടിരുന്നേ. മീനത്തിലും മേടത്തിലും ഒക്കെ തണലും കുളിരുമുള്ള മല. എന്തോരം ഗതികളായിരുന്നു. ഇപ്പം കാണണം വെറും മൊട്ടക്കുന്ന്. ഇങ്ങോട്ട് പോരുമ്പോ ഞാൻ കണ്ടായിരുന്നു, തൊമ്മിക്കുഞ്ഞിന്റെ കല്യാണ ഹാളാണ് ആദ്യം കണ്ണി തറയ്ക്കുന്നത്. നമ്മുടെ പഴയ കിളിമലയാണെന്ന് തോന്നുകയില്ല. നാണു, നിനക്ക് വിഷമം തോന്നില്ലായോ? പിന്നെ വിഷമമില്ലാതെ. ആ ചോലയിലെ വെള്ളം എത്ര കുടിച്ചതാ. പണി ചെയ്ത് തളർന്നപ്പോ ആ തണലേറ്റ് എത്ര ഉറങ്ങിയതാ. മേല് മുറിയുമ്പോഴും ദീനം വരുമ്പോഴും ഈ മലയിലെ പച്ചമരുന്ന് എത്ര സേവിച്ചതാ. കാണുമ്പോ ചങ്ക് തകർന്നു പോണു. ഒക്കെ എന്റെ മോൻ വെട്ടി വെളുപ്പിച്ചതാ. മലയോട് ചേർന്ന് കിടക്കുന്ന കാട് കൈയേറി മരം വെട്ടാനും തുടങ്ങിയിരിക്കുന്നു അവൻ. കണ്ണിന് കാഴ്ചയും തടിക്ക് കെൽപ്പുണ്ടായിരുന്നേ, ഞാൻ തടയത്തില്ലായിരുന്നോ? എന്നാത്തിനാണോ അവൻ ഇതൊക്കെ ചെയ്യണേ? എനിക്കറിയാൻ മേല ചായോ, കാലം മാറിപ്പോയില്ലേ. നമുക്കറിയാൻ മേലാത്ത അതുകൊണ്ടാവും. നാണുവേ, സോഫിമോടെ കല്യാണം ഇപ്പം എത്തറ്റം വരെ ആയിട്ടുണ്ടാവും. മോതിരം വാഴ്ത്തിയിട്ടുണ്ടാവൂടാ. ചെറുക്കനും കൂട്ടരും സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടാവണം. ആ, മാത്തുക്കുട്ടിച്ചായന്റെ കല്യാണം ഞാൻ ഓർക്കുക. മണവാട്ടിപ്പെണ്ണും വീട്ടുകാരും വരാൻ വയ്യപ്പോ അച്ചായന്റെ മുഖം വിളറിപ്പോയത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അവര് വരാൻ വൈകിയപ്പോ കാട്ടുമുക്കിലെ ചെക്കനെ വേണ്ടാന്ന് വെച്ചു സാറാക്കുട്ടി. മനസ്സ് മാറ്റിന്ന് ഞാനും ശരിക്കു പേടിച്ചു പോയി. പെണ്ണ് കാണല് കഴിഞ്ഞപ്പോ മുതലേ ഞാൻ ഒത്തിരി മോഹിച്ചതല്ലയോ. കല്യാണ ദിവസം രാത്രി പേടി മാറ്റാൻ അച്ചായൻ പട്ടച്ചാരായം കുടിച്ച് ഓർമ്മയില്ലയോ? ഏതോ അലവലാദികൾ അച്ചായനെ പറഞ്ഞു പറ്റിച്ചതല്ലയോ? എന്തൊക്കെ പുകിലാന്നുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ അച്ചായന്? ഓർമ്മയുണ്ടോന്നോ? നല്ല ഓർമ്മയുണ്ട്. കനന ചോലയിലടുമയ്ക്കാൻ ഞാനും അതൊക്കെ മരിച്ചാലും മറക്കൂടാ നാളുവേ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ ശരിയാവില്ലല്ലോ. അടുത്തത് നോക്കാം അല്ലേ? മലയപ്പുലയനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അച്ചായൻ എന്നാ പണിയാ കാണിച്ചത്? പുതുമണമാട്ടിയുടെ അടുത്ത് ഇങ്ങനെയാണോ പോകുന്നേ? പേടി മാറ്റാൻ ചാരായം വിഴുങ്ങാൻ ആരാ പറഞ്ഞേ? പേടിയോ? പോടാ മാത്തുക്കുട്ടി, നാളെ ഇതുവരെ തള്ളയല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്തും നോക്കിയിട്ടില്ല. അതാണ് ഈ മാത്തുക്കുട്ടി. അച്ചായൻ സൂക്ഷിച്ചു നടക്ക്, വഴുക്കലുണ്ട്, വീഴും. പെണ്ണ് കന്യയാണേല് ഞാൻ കന്യകനല്ലയോ? അതാ നെഞ്ചിലൊരു പിടപിടപ്പ്. മിന്ന് കെട്ടുമ്പോ മുതല് തുടങ്ങിയ വിറയല. ഇപ്പൊ ഓക്കെ മാറി. എന്തോ ഒരു ചങ്കുറപ്പ്. ചങ്കുറപ്പുണ്ട്. എന്നാ കാലം ഉറക്കണില്ലല്ലോ അച്ചായ, അതെന്നാ തലയ്ക്ക് പിടിച്ചോ? കൂടാ കാട്ടുപോത്തെ. എന്റെ കാലോട്ട് നീ ഒന്ന് നോക്കിയേ. നല്ല സ്റ്റഡിയിൽ നോക്കിയടാ. പട്ടാളക്കാരനെ പോലെ ഇല്ലയോ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. എന്നാടാ മതിയോ? ഓ മതി. അങ്ങനെ ഉലകേ മായം വാഴ്വേ മായം. വീടെത്തി. ജനാലെ കൂടി മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടം കാണാം. മണമാട്ടി പെണ്ണ് കാത്തിരിക്കാണല്ലോ എന്റെ ഈശ്വര. മണവാട്ടി മണവാളിനായി ഉറങ്ങൊഴിച്ച് കാത്തിരിക്കണം. അവൾ ഉറങ്ങാൻ പാടില്ല. മനസ്സിലായടാ പോത്തെ? മിണ്ടരുത്. ഞാൻ മണവറയിലോട്ട് കയറുമ്പോ സാറാക്കുട്ടി
വേദപുസ്തകത്തിലെ ഉത്തമ ഗീതം ചൊല്ലിത്തരും. ഏത് മനസ്സിലായടാ പോത്തെ? ഉവ്വ മനസ്സിലായി. ഞാൻ എന്റെ പ്രിയനുള്ളവൾ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളിർത്തു പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. ഓ അച്ചായൻ ഇതൊക്കെ പറയുമ്പോ എനിക്ക് കുളിര് കോരിയിടുന്ന പോലെ. വേണ്ട, നീ അങ്ങനെ കുളിര് കോരിയാൻ പറ്റുമൊന്നും വേണ്ട. പുതുപ്പെണ്ണും ചെറുക്കനും കഴിയുന്നിടത്ത് നിനക്കെന്നാടാ പോത്തേ കാര്യം? കുളിരുമ്പഴേ ദേ ഇടോകെ പോയി പൊതിച്ചു മൂടി കൈ രണ്ടും ദാണ്ട് ഇങ്ങനെ കാലിന്റെ ഇടയിൽ തിരിഞ്ഞു ഉറങ്ങടാകൂവേ. പോടാ പോ. എനിക്കിത് കിട്ടണം. വഴിയിൽ വല്ലതും വീണ ആന ചവിട്ടിയോ പുലി കടിച്ചോ മണവാളന്റെ കാറ്റ് പോകണ്ടെന്ന് കരുതി കൂടെ പോന്നിട്ട് പാലം കടന്നില്ലായോ. ഇനി നാണുവിനെ കൂരായണ വിളിക്കാലോ. ഞാൻ പോവുക. നാണുവേ പുഴുക്കോങ്ങട് പിണങ്ങിയ നീ നിക്കടാ അവിടെ. പോയാ എന്റെ കർത്താവേ, പെടപെടാന്ന് പിന്നെ തുടങ്ങിയോ? എന്നാ ഇപ്പൊ അവളോട് മിണ്ടണേ. എനിക്കാണെ ഒന്നും അറിയത്തുമില്ല. കർത്താവേ, ഛർദിക്കാനും തോന്നുന്നുണ്ടല്ലോ. സാറാക്കുട്ടി, എടീ സാറാക്കുട്ടി, സാറാക്കുട്ടി. ഏയ് ഇല്ല, കുഴപ്പമൊന്നുമില്ല. സാറാക്കുട്ടി, നിന്നെ കാണാൻ എന്തൊരു ചേലാടി. ശരമുള്ള പനിഞ്ഞിർപ്പൂ പോലെ താഴ്വരയിലെ ലില്ലിപ്പൂ പോലെ. അവൾ ഇപ്പോഴും അങ്ങേ ലോകത്തിരുന്ന് എനിക്ക് വേണ്ടി കരയുമല്ലയോ? ജീവിച്ചിരുന്നപ്പോ അവളെ പിന്നെ ഞാൻ കരയിപ്പിച്ചിട്ടില്ല. എനിക്കറിയില്ലയോ അച്ചായന്റെയും കൊച്ചമ്മയുടെയും മനച്ചേർച്ച. ദിവസവും ഞങ്ങള് കിളിമലയിൽ പോയിരിക്കും. ഒത്തിരി കിനാവ് കാണും. കിളികള് കൂടുകൂട്ടണ പോലെ കുടുംബം ഉണ്ടാക്കി സാറാക്കുട്ടി എന്റെ മക്കളെ പെറ്റു വളർത്തി. എന്തോരം മനസ്സിലുള്ള പെണ്ണായിരുന്നു അവള്. അവൾ ആദ്യം പോയി, എന്റെ കാഴ്ചയും പോയി, ഈ വീട്ടിൽ നിന്ന് ദൈവഭയവും പോയി. മാനുവേ, എന്റെ മോൻ തൊമ്മിക്കുഞ്ഞ് എന്നാത്തിനാ മനുഷ്യന്മാർക്ക് ഭ്രാന്തുണ്ടാക്കുന്ന ഈ കഞ്ചാവ് കൃഷി നടത്തുന്നേ? കിളിമല എന്റെ ചങ്ക, അത് വെട്ടിത്തുറന്ന് എന്നാത്തിനാ അവൻ ഹാള് പണിഞ്ഞത്? കാലം മാറിപ്പോയില്ലേ, അത് നമ്മളും മനസ്സിലാക്കണ്ടേ. മണ്ണിന്റെ മനസ്സറിയാത്തവന് പെണ്ണിന്റെ മനസ്സും അറിയത്തില്ല നാണുവേ. ഇഷ്ടമില്ലാതല്ലയോ എന്റെ സോഫി മോള് ഇന്ന് കെട്ടാൻ പോയത്? നീ തന്നെ പറതാണു, പെണ്ണിന്റെ കണ്ണീരിൽ നിന്ന് വേണോ ഒരു പുതിയ കുടുംബം തുടങ്ങാൻ? അപ്പോ സോഫി കൊച്ചിന് വേറെ ആരെയോ ഇഷ്ടമാണെന്ന് കേട്ടത് ശരിയല്ലയോ? അവിടെ ഇഷ്ടം എന്നതാന്ന് തൊമ്മിക്കുഞ്ഞ് ചോദിച്ചത് പോലുമില്ല. എന്റെ കർത്താവേ, വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സോഫി മോടെ മനസ്സ് നേരെയാക്കണേ. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്നാ പുകില അവനുണ്ടാക്കിയേ. കൊച്ചു പേടിച്ചു വിറച്ചു പോയില്ലേ? എന്നതാടി അസത്തെ നിന്റെ തടസ്സം? ദേ, ഈ തൊമ്മിക്കൊന്ന് മഹാജീത്തയാ. മോളാന്നൊന്നും ഞാൻ നോക്കത്തില്ല. എതിര് നിന്നാ ഞാൻ കൊന്നുകളയും നിന്നെ. അപ്പച്ച, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നാത്തിനാടാ നീ ആ കൊച്ചിനെ വഴക്ക് പറയണത്? മോളെ, നീ എവിടെയാ? മോള് വല്യപ്പച്ചന്റെ അടുത്തോട്ട് വായോ. അപ്പൻ ഒരാളാണ് ഇവിടെ ഇങ്ങനെ പുന്നാരിച്ച് വഷളാക്കിയത്. എന്നതാടാ പ്രശ്നം? അവിടെ ആങ്ങള് അമേരിക്കയിലുള്ള നല്ലൊരു ചെറുക്കനെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നപ്പോ അവക്ക് കല്യാണം കഴിക്കണ്ടെന്ന്. എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയും വല്യപ്പച്ച. ഇഷ്ടമില്ലാതെ കെട്ടിക്കുന്നത് തെറ്റല്ലയോ തൊമ്മിക്കുഞ്ഞെ? കാലാകാലം പൊറുക്കുവാനുള്ളതല്ലേ. എന്തിന്റെ അസുഖാന്ന് എനിക്ക് അറിയാത്തതല്ല. നടക്കാൻ പോകുന്നതിന്റെ പൂതി. നക്കാപ്പിച്ച ശമ്പളം വാങ്ങണ കോളേജ് വാദ്യാരല്ലേ ഇവിടെ നോട്ടം. മലയിലെ മരം വെട്ടിയപ്പോ എനിക്കെതിരെ കൊടിയും പിടിച്ചു നടന്ന ആ തെണ്ടി
10 പൈസയുടെ കുടുംബ സ്വത്തില്ലാത്ത എരപ്പാളി. തൊമ്മിക്കുഞ്ഞെ, ദൈവദോഷം പറയരുത്. എന്റെ സാറാക്കുട്ടിയെ കെട്ടുമ്പോ എവിടെ ഉണ്ടായിരുന്നടാ നീ പറയുന്ന ഈ കുടുംബ സ്വത്ത്? ഇവിടെ അമ്മച്ചി ത്രേസ്യാക്കുട്ടിയെ കെട്ടുമ്പോ എവിടെ ഉണ്ടായിരുന്നടാ ഈ പറയുന്ന കുടുംബ സ്വത്ത്? മനപ്പൊരുത്തമല്ലേടാ കാര്യം, സ്വഭാവ ഗുണമല്യോടാ ധനം. മിണ്ടാണ്ടിരുന്നോളണം. ഈ വീട്ടിൽ ഞാൻ നിശ്ചയിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. വേറെ എന്തെങ്കിലും പുതിയ ഉണ്ടേല് അത് മറന്നേരെ. പെണ്ണേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൂടുതൽ വാശി പിടിച്ച എന്റെ മറ്റവനുണ്ടല്ലോ, ആ കോളേജ് വാദ്യാർ, അവനെ തുണ്ടമായി ഞാൻ കൊക്കയില് കിടത്തും. വെട്ടി നുറുക്കി കൊന്നുകളയുന്നേ. ആണുവേ, സോഫിക്ക് ഇഷ്ടമുള്ള ആ ചെക്കനെ തൊമ്മിക്കുഞ്ഞ് കൊന്നു കളഞ്ഞു കാണും, ഇല്ലയോടാ? ഏയ്, അങ്ങനെ ചെയ്യുവോ? ചെയ്യത്തില്ലായിരിക്കും. വഴി മുടക്കുന്ന എന്തും വെട്ടിമാറ്റുന്നവനാ തൊമ്മിക്കുഞ്ഞ്. അവനത് ചെയ്തിട്ടുണ്ടാവും. അല്ലേ സോഫി മോളുടെ ചെക്കൻ പള്ളിയിൽ ചെന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകത്തില്ലയോ? തൊമ്മി അത് ചെയ്തിട്ടുണ്ടാവും. അല്ലേ അവൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, ഉറപ്പാ. 5-6 ദിവസം മുമ്പ് വല്യപ്പച്ചനെ കാറ്റ് കൊള്ളിക്കാനെന്നും പറഞ്ഞ് സോഫി മോള് എന്നെ കിളിമലയിൽ കൈപിടിച്ചുകൊണ്ട് പോയി. കാറ്റുണ്ടായിരുന്നു, പക്ഷേ കാറ്റിന് കുളിരില്ലായിരുന്നു. വരണ്ട കാറ്റ്, ഉടല് പൊള്ളിക്കുകയും പൊടി പറത്തി ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന ചൂട് കാറ്റ്. ശ്വാസം മുട്ടുന്നുണ്ടോ വല്യപ്പച്ചന്? നടന്ന് ക്ഷീണിച്ചോണ്ടായിരിക്കും. വല്യപ്പച്ചൻ നിന്നേ, ഇനി മതി. ഈ പാറയിൽ നമുക്ക് സ്വല്പം ഇരിക്കാം. എന്താ? എല്ലാം മോള് തീരുമാനിച്ചാ മതി. ആ, പതുക്കെ. അങ്ങനെ. ആ, മോള് എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ. എന്നാ ചൂടാ, എന്നാ പൊടിയാ. വല്യപ്പച്ച, എന്നതാ കുഞ്ഞേ? ഒരാഴ്ച കഴിഞ്ഞ എന്റെ കല്യാണമാ. വല്യപ്പച്ചന് സന്തോഷമല്ലേ? സോഫി മോൾക്ക് സന്തോഷമാണേ, വല്യപ്പച്ചനും സന്തോഷം. അപ്പോ എനിക്ക് സങ്കടമാണേലോ? അത് പിന്നെ വല്യപ്പച്ചന് വല്യമ്മച്ചിയോട് സ്നേഹമല്ലായിരുന്നോ? ദേ, ഈ കിളിമലയിലൊക്കെ വന്നിരുന്ന് കിനാവ് കാണലും ഒരു പാത്രത്തിൽ നിന്ന് കഴിപ്പോ ഒക്കെയായി സന്തോഷമല്ലായിരുന്നോ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളപ്പോ സന്തോഷമുണ്ടാവത്തില്ലയോ? സാറാക്കുട്ടി സ്നേഹമുള്ളവളായിരുന്നു, എന്റെ സോഫി മോളെ പോലെ തന്നെ. സ്നേഹമുള്ള ആളെ തള്ളി ഒരു പരിചയമില്ലാത്ത മനുഷ്യന്റെ ഒപ്പം പോണെന്ന് വല്യപ്പച്ചന് പറയാൻ പറ്റുമോ? എന്റെ സോഫി മോളുടെ കളിച്ചിരികൾക്ക് ഞാൻ എന്നും കാതുവട്ടം പിടിക്കാറുണ്ട്. അതിപ്പോ കുറേ ദിവസമായി കേൾക്കണില്ല. ഈ മലയിൽ വരുമ്പോ പറവകളുടെ ചെലച്ചിൽ കേൾക്കാൻ കൊതിക്കാറുണ്ട്. അതും ഇപ്പൊ കേൾക്കണില്ല. കർത്താവേ, കാഴ്ച പോയതുപോലെ എന്റെ കേൾവിയും പോകുവാന്നോ? ഇതൊന്നും ശരിയല്ല എന്ന് വല്യപ്പച്ചൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഈ കിഴവൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒന്നും. വല്യപ്പച്ച, വേദപുസ്തകത്തിൽ നിന്ന് വല്യപ്പച്ചൻ വല്യമ്മച്ചിക്ക് വായിച്ചു കേൾപ്പിക്കാറില്ലേ ഉത്തമ ഗീതത്തിലെ വാക്യങ്ങൾ? അതൊന്നും എനിക്ക് കേൾക്കണം. അത് വല്യപ്പച്ചൻ പറയാമോ? കേൾക്കാൻ കൊതിയായിട്ട വല്യപ്പച്ച, പറയാമോ? എത്ര രാവുകളിൽ ഞാൻ എന്റെ പെണ്ണിന്റെ കാതില് പറഞ്ഞിട്ടുള്ളതാ. പറയാൻ കുഞ്ഞേ. എന്റെ സുന്ദരി വന്നാലും നോക്കൂ, തണുപ്പുകാലം കഴിഞ്ഞു, മഴയും നിലച്ചുപോയി, പൂവുകൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു, പാട്ടുകാലം വന്നെത്തി, മാടപ്പിറാവുകളുടെ കളകൂചനം നാട്ടിൽ കേട്ടു തുടങ്ങി, അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളികൾ പൂവണിയുന്നു, ഭൂമിയിൽ പരിമളം പരത്തുന്നു. എന്റെ സുന്ദരി വന്നാലും
എങ്ങനുണ്ട്? ഇതേ സ്നേഹമുള്ളവര് പറയുന്നതാ. സ്നേഹമുള്ളയാള് ജീവിതകാലം മുഴുവൻ ഒപ്പം ഉണ്ടാവണമെന്നും ഇതൊക്കെ പറയണമെന്നും ഏത് പെണ്ണും ആശിച്ചു പോവില്ലേ? ഞാനും ആശിച്ചു. പക്ഷെ നടക്കില്ല വല്യപ്പച്ച, ഒന്നും നടക്കില്ല. സോഫി മോളോട് അയാൾക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? അയാൾക്ക് നിന്നെ വന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ? അയാള് വിളിച്ചാ നിനക്ക് പോകാൻ പറ്റുമോ? വല്യപ്പച്ച പറയും മോളെ, അയാൾ വിളിച്ചാ പോകാൻ നിനക്ക് ധൈര്യമുണ്ടോന്ന്? വേണ്ട. നിറയെ സ്നേഹം തന്ന ആ മനുഷ്യന്റെ ജീവൻ എന്റെ അപ്പൻ എടുക്കില്ലേ? ആ പാവത്തിന് വെട്ടിക്കൊന്ന് എന്റെ അപ്പൻ കൊക്കയിലെറിയില്ലേ? കൊന്നാ മരിച്ചോണം. സ്നേഹമുള്ളവർക്ക് ഒന്നിക്കാൻ ആരെങ്കിലും മരണം വിധിച്ച മരിച്ചോണം. സ്നേഹമില്ലാതെ എന്തിനാ ജീവിക്കുന്നേ? സ്നേഹമുള്ളവർ ഒന്നിച്ചു കഴിയുമ്പോഴാ ഭൂമിയിൽ പൂവുകൾ വിടരുന്നേ, പറവകൾ പാടുന്നേ. ഇല്ലെങ്കിൽ പാട്ടുകാലം വരില്ല. ഇല്ലെങ്കിൽ മണ്ണിലെ പൂവിന്റെ പരിമളം വീശില്ല കുഞ്ഞേ. അച്ചായോ, ഇതെന്നെ പഴങ്കഥകൾ ഓർത്തോണ്ട് ഉറങ്ങിപ്പോയോ? ഭയങ്കര മഴയാ, ഇടിവെട്ടും കേൾക്കാൻ മേലായോ? കോപമഴയാ, ദൈവത്തിന്റെ കോപമഴ. നോഹയുടെ കാലത്ത് ദൈവകോപത്തിലുണ്ടായതുപോലത്തെ മഴ, പ്രളയമഴ. നിന്റെ സോഫി മോൾ ഇപ്പോ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും സദ്യ നടക്കുമായിരിക്കും. ഇതെന്നാ മഴയാച്ചായ? തീകോളം പോലെയാ മണ്ണിലേക്ക് ഇടിവാള് മിങ്ങിയത്. ഒക്കെയും അടയാളങ്ങളാ, ഒടേ തമ്പുരാന്റെ അടയാളങ്ങള്. കർത്താവിന്റെ രണ്ടാം വരവാ. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നടക്കുക. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പള്ളിയിൽ നിന്നുള്ള കൂട്ടമണി അല്ലയോ കേൾക്കുന്നേ? നീ ഒന്ന് പള്ളിയിലോട്ട് വിളിച്ചു നോക്കിയേ, ഒന്ന് വേഗം വിളിച്ചു നോക്കിയേ. ഒരു സമാധാനമില്ലല്ലോ കർത്താവേ. മണവാളിനും മണവാട്ടിയും വന്നു എന്നാ തോന്നുന്നേ. ഒന്ന് നോക്കിയേ നാണുവേ. അച്ചായൻ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ പോയി നോക്കിയേച്ചു വരാം. ഓ, ഇങ്ങനെയുണ്ടോ ഒരു മഴ? അല്ല, ഇതാര് പള്ളിയിലച്ഛനാണ്? പിള്ളേര് ഇനി എത്തിയില്ലല്ലോ അച്ചോ. അച്ചായനാണെ കാത്തിരുന്ന് മുഷിഞ്ഞു. എത്ര പ്രാവശ്യം ആ ഹാളിലേക്ക് എന്നെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച്. മഴ തുടങ്ങിയ കാരണം ദേ അത് ചത്തിരിക്കുക. അതുകൊണ്ട് ഒരു വിവരവും ഇല്ല താനും. പിള്ളേര് വന്നോ? ഇല്ല ചായോ, ഇത് പള്ളിയിലച്ഛനും പറ്റുവാ. അത് നന്നായി. പിള്ളേര് വരുമ്പം കുരിശ് വരച്ച് പ്രാർത്ഥിക്കണ്ടായോ? നല്ലതാ അതൊക്കെ.
വളരെ നല്ലതാ. അച്ഛനോട് എന്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറഞ്ഞാട്ടെ. വാച്ചു അങ്ങോട്ട് പോവാ. നാണു നിന്നേ. എനിക്ക് നാണുവിനോടൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും മുറിയിൽ പോയി സംസാരിക്കാം. മാത്തുക്കുട്ടി ചായനെ ഞാൻ പിന്നീട് കണ്ടോളാം. എന്നാ അച്ഛ കാര്യം? നാണു ഈ മുറിയിലോട്ട് കയറിയട്ടെ. ഞാൻ ഈ കഥ നടക്കട്ടെ. എന്നാ അച്ഛോ വല്ലാതെ? ഒരു വലിയ ദുരന്തം നടന്നു. കർത്താവിന്റെ ഹിതമായിരിക്കാം. വളച്ചു കെട്ടാതെ കാര്യം പറയാച്ചോ. കല്യാണം കഴിഞ്ഞ് പെണ്ണ് മന്ത്രപൊടി അടിയാൻ ഹാളിന്റെ കിഴക്കുവശത്തെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോഴാ മഴ ശക്തമായത്. ഞങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് ഹാളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. തുമ്മിക്കുഞ്ഞും മറ്റും നേരത്തെ ഹാളിലേക്ക് പോയിരുന്നു. മറ്റുള്ളവർ മഴ തോരാനായിട്ട് പള്ളിയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാ സംഭവം. സോഫി മോൾ എന്തെങ്കിലും ഓർക്കുമ്പോ എന്റെ മേലാകെ തരിക്കണു. നടക്കുന്ന സംഭവങ്ങൾ പള്ളിമേടയിലിരുന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കിളിമലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറക്കഷം അത് പിളർന്ന് കീഴോട്ട് വരുന്നു. ഒപ്പം മലവെള്ളപ്പാച്ചില്, മണ്ണും ചെളിയും പാറയും ശക്തമായ ഇടിമുഴക്കം പോലെ അതങ്ങനെ കുത്തിയൊലിച്ചു വരികയായിരുന്നു. ഒക്കെ ഈ 4-5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. കാണെ തൊമ്മിക്കുഞ്ഞിന്റെ ഹോള് മുക്കാലും കാണാതായി. എന്റെ ഗുരുവായൂരപ്പാ. ശവക്കുഴി മണ്ണിട്ട് മൂടണ പോലെ ഹോളിന്റെ മീതെ മണ്ണും കല്ലും വന്നു മൂടി. തൊമ്മിക്കുഞ്ഞിനും കുടുംബത്തിനും എന്നാ അച്ഛാ സംഭവിച്ചത്? ഫയർഫോഴ്സുകാർ പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. മഴ കാരണം ഒന്നും പറ്റണില്ല. ഹാളിന്റെ ആ കിഴക്ക് വശത്ത് അത്രയേറെ മണ്ണ് വീണിട്ടില്ല. പക്ഷേ ആളുകൾക്ക് പേടി, ഇനിയും മലയിടിഞ്ഞാലൊന്ന്. മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതും സംഭവിച്ചുകൂടുന്നില്ല. എന്റെ ഈശ്വര. 3-4 ഡെഡ് ബോഡി കിട്ടി. 2 എണ്ണം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ളത് 2 എണ്ണം തൊമ്മിക്കുഞ്ഞിന്റെയും ഭാര്യയുടെയും. അവര് മരിച്ചു. ഏതാണ്ട് ജീവനോട് കുഴിച്ചു മൂടിയ പോലെ. എന്റെ ദൈവമേ. നാണുവേ, അച്ഛൻ എന്നതാടാ വരാത്തെ? എന്നെ കാണാതെ തിരിച്ചു പോയോ? ജീപ്പ് പോകുന്ന ശബ്ദം കേട്ടില്ലാലോ. എന്തൊരു ദുർവിധിയാണിതെന്റെ ഭഗവാനെ. ഒക്കെ മുകളിലുള്ളവന്റെ തീരുമാനമാണ്. കാണാതായവർ ഒത്തിരി പേരുണ്ട്. സംഭവം നടക്കുമ്പോൾ 19 പേരെങ്കിലും ഹാളിൽ കാണും. അപ്പൊ അത്രയും പേര് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊരു നിശ്ചയമില്ലെന്നാണ്. ഈ നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുക. സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് വേവലാതിപ്പെട്ട് എല്ലാവരും തിരക്കുക. മരിച്ചു എന്ന് കരുതിയ ചിലരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് മാത്രം. മാത്തുക്കുട്ടി ചായനോട് ഇതെങ്ങനെ പറയും? ഇപ്പം പറയണോ? പറയാണ്ടിരുന്നാൽ എങ്ങനെയാ? പറയാല്ലേ? പറയാം. പക്ഷേ ആര് പറയും? എങ്ങനെ പറയും? എന്നാ പറയണ്ട. ഇനി ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു വന്നാ അതൊരാശ്വാസമാവുമല്ലോ. കാണാതായവരുടെ അവസ്ഥ കൃത്യമായിട്ട് അറിയട്ടെ, എന്നിട്ട് പറയാം, അല്ലേ? പെണ്ണും ചെറുക്കനും വരാണ്ടാവുമ്പോ എന്ത് ന്യായം പറയൂ വച്ചോ? അതിപ്പോ മഴ തീർന്നിട്ടേ വരികയുള്ളൂ എന്ന് പറയാം. മഴ തീരുമ്പോഴോ? അപ്പോ വേറെ എന്തെങ്കിലും പറയണം. എപ്പോഴെങ്കിലും ഇത് അറിയിക്കണ്ടേ? എന്തെങ്കിലും വഴി കർത്താവ് ഒരുക്കും. അച്ഛോ, നാളുവേ, ഒന്നിങ്ങോട്ട് വായോ. എന്തിനാ ഇത്രയധികം ആളുകൾ എന്റെ മുറിയിലോട്ടിപ്പം കേറി വരണേ? ആരൊക്കെയാ ഇവര്? എന്നതാ കാര്യം? നാണുവേ, എടാ നാണുവേ. എങ്ങനെയാ മാത്തുക്കുട്ടിയച്ചനോട് പറഞ്ഞു നിൽക്കണേ? എനിക്കറിയാൻ മേല എന്റെ ഗുരുവായൂരപ്പാ. കല്യാണത്തിന്റെ സന്തോഷം നിറയേണ്ട വീടായി ഇപ്പം മരണ വീടായി. എന്ത് കഷ്ടമാണ്. മരിച്ചവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച മാത്തുക്കുട്ടി ചായന് സംശയമാകും. പള്ളിയിൽ പ്രാർത്ഥന തുടങ്ങിക്കാണും.
സകലത്തെയും അടിച്ച് തകർക്കുന്ന മരണം പെട്ടെന്ന് ഇവനെ ആക്രമിച്ചു. മരണത്തിന്റെ നിശ്ചയത്തെക്കുറിച്ച് അറിയിക്കുവാൻ അവന് അവസരം ലഭിച്ചില്ല. നിന്റെ പുനരുദ്ധാനം ഇവനെ ആശ്വസിപ്പിക്കുമാറാകണമേ. എന്നതാ അച്ചു മൗനമായിട്ടിരിക്കുന്നേ? ഒന്നുമില്ല മാത്തുക്കുട്ടിച്ചായ, ഞാൻ ചുമ്മാ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണ് കാണാൻ മേലാത്ത എനിക്കൊന്നും കാണാൻ പറ്റുകയില്ലെന്നാവും അച്ഛൻ വിചാരിക്കുന്നേ. ഒക്കെ എനിക്ക് മനക്കണ്ണി കാണാച്ചു. സോഫി മോളുടെ വിവാഹ കൂതാശ മുഴുവനും ഞാൻ കണ്ടു. ദേ അവൾ മന്ത്രകോടിയൊക്കെ മാറി മണവാളനുമായി വന്ന് വല്യപ്പച്ചൻ്റെ അനുഗ്രഹം തേടാനിങ്ങെത്തും. മഴയൊന്ന് പെയ്ത് തീരട്ടെ, അവളിവിടെ എത്തും. അല്ലയോടാ നാണു? ആ നാണുവേ, നീ ആ ഫോൺ എടുത്ത് ഹാളിലോട്ടൊന്ന് വിളിച്ച് തിരക്കിയാട്ടെ. മഴ കാരണം ഫോൺ കിട്ടുന്നില്ല ചായോ. ഓ, ഇതെത്ര നേരായി മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നത്. ആ പിന്നെ അച്ചു, സോഫി മോക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ദാ ഇത് കണ്ടോ, എത്ര കാലമായി ഞാൻ കരുതി വെച്ചതാണോ? എൻ്റെ സാറാ കുട്ടിയുടെ കാശുമാല. ആരും എന്താ ഒന്നും മിണ്ടാത്തേ? ആരാ അവിടെ നിന്ന് കരയുന്നേ? ആരാത്? അച്ചു, എന്നതാ മുറിയിൽ ഇങ്ങനെ ആൾക്കാർ കയറി ഇറങ്ങണേ? എന്നതാ അച്ചു ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് പിന്നെ എൻ്റെ കർത്താവേ, ഞാൻ എന്നത് പറയാനാ? എന്നതാ അച്ചോ ഇത്? എന്നതാ നാണു? ആംബുലൻസിന്റെ ശബ്ദം. അങ്ങോട്ട് കാറില്ലാന്നല്ലോ കല്യാണം പുറപ്പെട്ടത്. ഇതെന്തുവാ ഇപ്പൊ ആംബുലൻസിൽ വന്നേ? എന്നതാ ഇതൊക്കെ? എനിക്ക് ഉമ്മറത്തേക്ക് പോണം. നാണുവേ, എന്നെ ഒന്ന് പിടിക്കടാ. ആരാ വന്നേ? എന്തിനാ വന്നേ? തൊമ്മിക്കുഞ്ഞേ, നീ വന്നോടാ? എവിടെ എന്റെ പിള്ളേര്? എന്റെ സോഫി മോള്? എന്തിനാ ഈ ആംബുലൻസ്? ഓ, എന്നെ വൃദ്ധമന്ദിരത്തിലോട്ട് കൊണ്ടുപോകാനാന്നോ? ആർക്കാ ഇവിടെ അസുഖം? നാണുവേ, എടാ നാണുവേ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു താടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മാത്തുക്കുട്ടിയച്ചായോ, കിളിമല നമ്മളെ ചതിച്ചു. എന്നതാ എല്ലാരും പൊട്ടം കളിക്കുന്നേ? ഈ വീട്ടിൽ നിന്ന് കല്യാണം ഇറങ്ങിയിട്ട് 8-10 മണിക്കൂറായി. പെണ്ണും ചക്കനും മറ്റുള്ളവർ ഇപ്പൊ വരുമെന്നും പറഞ്ഞ് പൊട്ടം കളിക്കുമല്ലായിരുന്നോ? എന്നതാ നടന്നേ? അച്ഛനെങ്കിലും ഒന്ന് പറയച്ചോ. കർത്താവ് മാത്തുക്കുട്ടിച്ചായനതൊക്കെ താങ്ങാനുള്ള ശക്തി തരണേന്ന എന്റെ പ്രാർത്ഥന. വളച്ചു കെട്ടാതെ എന്നതാ കാര്യം എന്ന് വെച്ചാ പറയച്ചോ. അറിയാഞ്ഞിട്ടാ നെഞ്ചു പൊട്ടുന്നേ. ഒന്ന് പറയച്ചോ. കിളിമലയുടെ താഴെ നമ്മുടെ പുതിയ ഹാളിലേക്ക് മല ഇടിഞ്ഞു വീണു. കർത്താവേ, മഴ ചതിച്ചു, ഭൂമി ചതിച്ചു. കല്യാണത്തിനെത്തിയ 10-60 പേര് ജീവനോടെ മണ്ണ് മൂടിക്കളഞ്ഞു. സോഫി മോളെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. എന്റെ പൊന്നുമോളെ. ബാക്കിയുള്ളവരുടെ ശവശരീരങ്ങളാ ദേ ഇപ്പൊ കൊണ്ടുവന്നേ. അച്ചായൻ എന്നെ ഒന്നും മിണ്ടാത്തേ? മാത്തോട്ടിച്ചായ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ദേ സ്വീകരണ മുറിയിൽ എല്ലാവരുടെയും മൃതശരീരങ്ങൾ കിടത്തിയിരിക്കുക. അച്ചായൻ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അച്ചായ, എന്റെ പൊന്നച്ചായനെ ഞാൻ കൊണ്ടുപോവാം. ദേ വടി, ഈ പിടിക്കച്ചായ, ഞാൻ കൈ പിടിക്കാം. പതുക്കെ. ദാ ഇവിടെ ഇത്
ഇത് തൊമ്മിക്കുഞ്ഞിന്റെ. നാണുവേ, ഇതെന്റെ മോൻ തന്നെയാണോടാ നാണുവേ? ഇതെന്നതാച്ചോ ഇവൻ മിണ്ടാതിരിക്കുന്നേ? ഇതെന്റെ തൊമ്മിയാണോ? തൊമ്മിയാണേ അവൻ എന്റെ മോനാ, അവൻ എന്റെ മോനാ. എന്നതാച്ചോ ഇവൻ മിണ്ടാതിരിക്കുന്നേ? ഇവനിത് എന്നതാ പറ്റി? അച്ചോ, എടാ നാണുവേ, എന്നെ ഒന്ന് ഇരുത്തിയടാ. ഇതെന്റെ മോൻ തൊമ്മിക്കുഞ്ഞാണോ എന്ന് ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. അങ്ങനെ കട്ടി മീശയുണ്ട്, ശരിയാ, വട്ട കഷണ്ടിയുണ്ട്. ചെറുപ്പത്തിൽ വീണ് മുറിഞ്ഞപ്പം നെറ്റിയിൽ വീണ് ആ പാടുകൊണ്ട്. ഇതെന്റെ തൊമ്മിക്കുഞ്ഞ് തന്നെയാ, അല്ലയോടാ നാണുവേ? സമാധാനിക്കും അതുകൊണ്ട് ചായ. ഇതെന്നതാച്ചോ ഇവന്റെ മുഖമൊക്കെ ഇങ്ങനെ വെറുത്ത് കെട്ടിയിരിക്കുന്നേ? ഞാനത് മറന്നു. കാലത്ത് എന്നോട് പിണങ്ങിപ്പോയതല്ലയോ, എന്നോടുള്ള കെറുകൊണ്ട് മുഖം കേറ്റിപ്പിടിച്ചേക്കുമായിരിക്കും. നമ്മുടെ തൊമ്മിക്കുഞ്ഞ് മരിച്ചു പോയ ചായ. തെണ്ടി നാണു, തോന്നിയാസം പറഞ്ഞാ നിന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊളിക്കും. എന്റെ തൊമ്മിക്കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. അവനെ കുറ്റം പറഞ്ഞ അവൻ എണീറ്റ് എന്നെ ചീത്ത പറയുന്നത് നിനക്ക് കാണണോടാ താണുവേ? കയ്യെന്ന് വിടണ തൊമ്മിക്കുഞ്ഞേ. താൻ തോന്നി കിളിമലയുടെ ചങ്ക് തുറന്നില്ലേ നീയേ? അവനൊന്ന് ഇരുത്തി മൂളിയില്ലേ നാണു? നീ കേട്ടില്ലേ? എന്നാ ചായ? മലമടക്കിൽ കാട് വെട്ടുന്നതും കഞ്ചാവ് കൃഷി ചെയ്യുന്നതും തെറ്റല്ലയോടാ? അവൻ പിന്നെ മൂളുന്നു, ഇല്ലയോ അച്ഛാ? ആ വാദ്യാരി ചെക്കന് സോഫി മോളെ കെട്ടിച്ചു കൊടുക്കാഞ്ഞത് എന്നതാണ്? എഴുന്നേറ്റ് ചെകുത്താനെ പോലെ ഒന്ന് തുള്ളടാ, തുള്ളാൻ. മാത്തുപിടിച്ചായ വരൂ, എനിക്ക്. ഇവൻ എന്നാച്ചു ഇപ്പൊ എന്നെ തെറി വിളിക്കാത്ത? എടാ തൊമ്മിക്കുഞ്ഞെ, നീ ഈ അപ്പനോടൊന്ന് വഴക്കുണ്ടാക്കടാ. അപ്പനെ ഒന്ന് തെറി വിളിക്കടാ. നിന്റെ തന്തയെ പുളിച്ച ചീത്ത വിളിക്കടാ. കഴിവരുടെ മോനെ, നിന്നോടാ പറഞ്ഞ് എന്നെ തെറി വിളിക്കാൻ. അവനിനി എണീക്കുവല്ലേ അച്ചോ? അവൻ ചത്തുപോയല്ലയോ? ഇന്ന് കാലത്തെ വീട്ടിൽ നിന്ന് മോളെ കെട്ടിക്കാൻ ഇറങ്ങി പോയതാ എന്റെ മോൻ. എന്നിട്ട് തിരിച്ചു വന്നേക്കുന്നോ കണ്ടില്ലേ? എടാ തൊമ്മിക്കുഞ്ഞ്, എവിടാ എന്റെ സോഫി മോള്? പറയടാ, എന്റെ സോഫി മോൾ എവിടെ? അച്ചായ വാ, മതി. എന്റെ നാടുവേ, എന്റെ നാടാ ഇതൊക്കെ? മാത്തുകുട്ടിച്ചായ സമാധാനപ്പെടാൻ കർത്താവ് വിളിച്ചവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൊമ്മിക്കുഞ്ഞ്, പള്ളിയിലോട്ട് ഞാനും കൂടി വരാന്ന് പറഞ്ഞത് കെഞ്ചിയതല്ലയോടാ? കണ്ണീ ചോരയില്ലാത്തോനെ, ഞാൻ വരുന്നതിന് എന്നാത്തിനാടാ തടസ്സം പറഞ്ഞ്? ചാകുമ്പോഴും കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത മഹാഭാവിയാണോടാ ഞാൻ? പറയടാ തൊമ്മിക്കുഞ്ഞ്. അച്ചായ വാ, എണീക്ക്. മറ്റുള്ളവരുടെ ശവമഞ്ചങ്ങളുടെ അടുത്തേക്ക് പോയാലോ? വേണ്ടച്ചോ, എനിക്ക് പോകണ്ട. കളിച്ചും ചിരിച്ചു രാവിലെ വീട്ടിൽ നിന്ന് പോയവരല്ലേ എല്ലാരും. കിളിമലയിലെ കുടുംബത്തിലെ മക്കളും മരുമക്കളും പിള്ളാരും ഒക്കത്തിനെയും ഒടേ തമ്പുരാൻ കൊണ്ടുപോയില്ലേ? ഈ മാത്തുക്കുട്ടിയുടെ വംശം മുടിഞ്ഞു പോയല്ലേടാ നാണു? എന്റെ സോഫി മോൾ എന്തിയെ? അച്ചോ, അച്ഛൻ എവിടെയാ? എന്റെ സോഫി മോളുടെ അടുത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോ. എടാ നാടുവേ, നാടുവേ. സോഫി മോള് സോഫി മോളെ കണ്ടെത്താനായിട്ടില്ല. മോള് വേഷം മാറാൻ പോയ മുറിയുടെ മേൽ മണ്ണെങ്ങനെ വീണിട്ടുമില്ല. സോഫി മോൾക്കൊന്നും പറ്റാനിടയില്ല. പിന്നെ എന്നാത്തിനാച്ചാ ഈ അമാന്തം? എനിക്ക് എന്റെ സോഫി മോളെ എങ്കിലും വേണം.
ആരുമില്ല ഇവിടെ എന്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്താൻ. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ കാരണം ഒന്നും നേരെ ചൊവ്വി നടക്കുന്നില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കേ, ഇനി മലയും മണ്ണും പിടിയാതിരുന്നാ മതിയായിരുന്നു. നാണുവേ, നീ ആ വണ്ടി എടുക്കാൻ പറയടാ. നാട്ടുകാർക്ക് മലയിടിയോന്ന് പേടിയാണെങ്കിൽ ഈ മാത്തുക്കുട്ടി പോയി രക്ഷിക്കും എന്റെ സോഫി മോളെ. മധുടിച്ചായ വേണ്ട, വേണ്ട മധുടിച്ചായ. എന്റെ കയ്യേന്ന്. നിനക്ക് പേടിയാണെങ്കിൽ നീ വരണ്ട, ആരും വരണ്ട. മധുടിച്ചായ, ഞാൻ പോയി എന്റെ മോളെ രക്ഷപ്പെടുത്തും. എന്റെ സോഫി മോളെ ഞാൻ പോയി രക്ഷപ്പെടുത്തും. ലൈൻ ശരിയായി. ഹലോ, ആരാ? എന്റെ ഗുരുവായൂരപ്പ, എനിക്കിത് വിശ്വസിക്കാൻ മേല. മോളിത് എവിടുന്നാ? ആരാണോ? എന്താ കാര്യം? ഹോളിലെ കിഴക്കേ മുറിയുന്ന സോഫി മോള്. എടാ സണ്ണിയെ, ജീപ്പ് എടുത്ത് വേഗം ക്രിമിനലിട്ട് പോ. ഫയർഫോഴ്സിനോട് വിവരം പറ, സോഫിയെ രക്ഷിക്കാൻ പറ. വേഗം പോ, വേഗം. മാത്തുട്ടിച്ചായ, ദേ സോഫി കുഞ്ഞ് ഫോണില്. അച്ചായന്റെ സോഫി. എവിടെ എവിടെ എന്റെ സോഫി മോള്? എവിടെയാടാ ഫോൺ? നീ എനിക്കൊന്ന് തന്നേ. ഞാൻ പിടിക്കാം, തട്ടി വീഴല്ലേ. എവിടെ ഫോൺ? എവിടെ എന്റെ മോള്? മാതോടിച്ചായ, ധൃതി പിടിക്കാതെ, ഞാൻ അവിടെ എത്തിക്കാം. നാണുവേ, നീ ഒന്ന് അച്ചായനെ പിടിച്ചേ. അച്ചായ മോളോട് സംസാരിക്കട്ടെ. അച്ചായൻ തിരക്ക് കൂട്ടണ്ട, സോഫി മോക്ക് ഒരു കുഴപ്പമില്ല. നീ ആ ഫോൺ ഇങ്ങ് തന്നേ. മോളെ, ഹലോ മോളെ, ഇത് നിന്റെ വല്യപ്പച്ചനാ. എന്റെ സോഫി മോളെ, നീ ഒന്ന് മിണ്ടിക്കേ മോളെ, എന്തെങ്കിലും ഒന്ന് പറയേ. സോഫി പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ, കുഴപ്പമൊന്നും ഇല്ലാലോ എന്റെ പൊന്നുമോൾക്ക്? ഇവിടെ ഇതെന്നാ പറ്റിയത്? ചെളിയും മണ്ണും ഭയങ്കര ശബ്ദവും. ഞാനിവിടെ മുറി തുറക്കാൻ മേല വല്യപ്പച്ച. പുറത്ത് മഴയും ആൾക്കാരുടെ നിലവിളിയും ബഹളവും. ഞാനിവിടെ കുടുങ്ങിയിരിക്കും വല്യപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവണില്ല, എന്താ പറ്റിയത്? മോളെ, നമ്മുടെ കിളിമല. കിളിമലക്ക് എന്നാ പറ്റി വല്യപ്പച്ച? കിളിമല ചതിച്ചു എന്നാ എല്ലാരും പറയണേ. കിളിമല ഇടിഞ്ഞു പോയി മോളെ. കർത്താവേ, എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ ആരും എന്ത് വരാത്ത വല്യപ്പച്ച? വരും മോളെ, എല്ലാവർക്കും പേടിയാ. ഇനി മല ഇടിയൂന്ന് പേടിയാ. പക്ഷേ മഴ നിന്നില്ലേ, ഇനി വരും മോളെ. മോളെ രക്ഷപ്പെടുത്താൻ ആളിപ്പ വരും. വേഗം വരാൻ പറ വല്യപ്പച്ച. ഇവിടെ വായും വെളിച്ചം കുറഞ്ഞു വരിക. തപ്പി ചെന്നപ്പോഴാ ഫോൺ കിട്ടിയ. എത്ര മണിക്കൂറായിരുന്നു ഞാൻ ശ്രമിക്കുന്നത്. എന്തായാലും കിട്ടിയില്ലോ. എന്റെ വല്യപ്പച്ചന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ലോ. വല്യപ്പച്ച, മല ഇടിഞ്ഞാർക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല മോളെ, ഒന്നും പറ്റിയിട്ടില്ല. മോള് രക്ഷപ്പെട്ടു പെട്ടെന്ന് ഇങ്ങടുവാ. വല്യപ്പച്ചൻ കരയാതെ. ഇപ്പൊ ആൾക്കാരും എത്തില്ലേ? സോഫി മോള് വരുന്നേ. വല്യപ്പച്ചനെ തനിച്ചാക്കിട്ട് ഈ സോഫി മോൾ എവിടെ പോവാനാ? സോഫി മോൾ അധികം വൈകാതെ തന്നെ. ഹലോ 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 ഹലോ. പോയി അച്ഛാ, ഫോൺ പോയി അച്ഛാ. ഇങ്ങോട്ട് തന്നെ, ഞാൻ അങ്ങോട്ട് ഡയൽ ചെയ്ത് നോക്കാം. തന്നെ. കിട്ടുന്നില്ലല്ലോ. അച്ചോ, ഫോൺ വെച്ചേരെ. അവള് വിളിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വരും. ഉറപ്പാ. കേട്ടില്ലേ, മഴ നിലച്ചു. ഇനി എന്റെ മോള് രക്ഷപ്പെട്ടു വരും. ഞാൻ പറഞ്ഞില്ലേ അവള് വിളിക്കുന്നു. അച്ഛനാ ഫോണൊന്നും എടുത്തേ. ഹലോ, ആര്? എന്താ പറ്റിയത്? എന്റെ സോഫി മോളല്ലേ അത്? ദൈവമേ, എന്നാച്ചോ? നാണോ, മാത്തുക്കുട്ടി ഞാൻ മുറിയിലോട്ട് കിടത്തിട്ട് വാ. അച്ചായ വന്നേ. എന്റെ മോളല്ലേ? വാ അച്ചായ, പറയട്ടെ. ഹലോ. തൊട്ടു മുമ്പേ വിളിച്ചതായിരുന്നു, സംസാരിച്ചു. ദൈവഹിതമെന്നല്ലാതെ എന്ത് പറയാൻ. എന്നാലും ഇങ്ങനെ പരീക്ഷിക്കണമായിരുന്നോ കർത്താവേ? എന്നാച്ചോ, ആരാ വിളിച്ചത്? സോഫി മോളാണോ?
പള്ളിമേട് നിന്ന് കപ്പ്യാര് പൗലോ വിളിച്ചതാ. എന്നാ പറ്റിയത്? എന്തോ പന്തികേടുണ്ടല്ലോ. മല പിന്നെ ഇടിഞ്ഞു. കുറെ കൂടി ശക്തിയിൽ. ദൈവമേ, ഹോളിന്റെ കിഴക്കേ മുറിയുടെ മീതെ ഒന്നും ബാക്കി ഉണ്ടാവില്ലെന്നാ പൗലോ പറഞ്ഞേ. കുറെ ഫയർഫോഴ്സുകാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ സോഫി കുഞ്ഞ് കേട്ടില്ലേ? കൂട്ടമണി. ദൈവം മടക്കി വിളിച്ചവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ ഗുരുവായൂരപ്പ. മാത്തുക്കുട്ടിച്ചായൻ അകത്തിരുന്ന് മോള് വരുമെന്നും പറഞ്ഞ് ആ മഴ നിലച്ചു കഴിഞ്ഞു. പൂകൾ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പാട്ടുകാലം വന്നെത്തി. കിളിമലയിൽ കിളികളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഭൂമിയിൽ പൂക്കളുടെ പരിമളം പരന്നു തുടങ്ങി. ഇപ്പോ എന്റെ സോഫി മോള് വരും. ഈ അന്ധന് കാഴ്ചയായിട്ട് അവള് വരും. ഞാനും അവളും ചേർന്ന് കിളിമലയിൽ മരങ്ങൾ നടും, കാടുണ്ടാക്കും, കിളികൾക്ക് വീടൊരുക്കും. മലയപ്പോ വെങ്ങിപ്പൊട്ടില്ല, മനുഷ്യരാരും ചാവുകയില്ല. അവള് വരും, അവള് വരും, സോഫി മോള് വരും. അടയാളങ്ങൾ നാടകം സമാപിക്കുന്നു. നാടകരചന ഡോക്ടർ CJ ജോൺ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മാത്തുക്കുട്ടി NF വർഗീസ്, നാണു MK വാര്യർ, തൊമ്മിക്കുഞ്ഞ് RC ഗോപാൽ, അച്ഛൻ VS രവീന്ദ്രനാഥ്, സോഫി മോൾ മഞ്ജു C മാത്യു, കുഞ്ഞപ്പൻ NK സെബാസ്റ്റ്യൻ. മറ്റ് ശബ്ദങ്ങൾ: ഷാജി യോഹന്നാൻ, ഡോക്ടർ CJ ജോൺ. സംവിധാനം KV ശരത് ചന്ദ്രൻ.